ലോർഡ് ജീസസ്. ഒരുമിച്ച് അങ്ങയുടെ സന്ധ്യയിൽ വരുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഈ പഠിക്കുന്ന പാഠം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ബ്ലെസ്സിങ് ആയി തീരുവാൻ തക്കണം അങ്ങ് അടിയന്റെ ജീവിതത്തിൽ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 തൊട്ട് 27 വാക്യം വരെ വായിക്കാം. പുറപ്പാട് 15, എക്സോഡസ് 15:22-27. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. ഓക്കെ, നമ്മൾ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് നോക്കാം. എനിക്കിത് വളരെ ബ്ലെസ്സഡ് ആയിട്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ടിരുന്നൊരു വചനമാണ്. അത് വായിച്ചു കേൾപ്പിക്കാം. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അപ്പൊ ഇവിടെ ഇസ്രായേലിനൊരു ലീഡറുണ്ട്. വളരെ ആത്മീയനായിട്ടുള്ള ഒരു ലീഡറാണ് മോശ. മോശയാണ് ഇസ്രായേൽ മക്കളെ നയിക്കുന്നത്. ഇസ്രായേൽ മക്കൾ പോവുക. നമ്മൾ സാധാരണ ചിന്തിക്കും നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു സീനിയറായിട്ട് ഒരു ആള്, ആത്മീയനായിട്ടൊരു സഹോദരനുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തെറ്റിപ്പോകത്തില്ല, നമുക്ക് പ്രശ്നങ്ങൾ വരത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ മോശയാണ് ഇസ്രായേൽ മക്കളെ ചെങ്കടലിൽ നിന്ന് പ്രയാണം കഴിപ്പിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. 3 ദിവസം ഞാൻ ചിന്തിക്കുമായിരുന്നു, 3 ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചാൽ എങ്ങനെയായിരിക്കും? 3 ദിവസം വെള്ളം കിട്ടാത്തൊരു അനുഭവം നമുക്കൊന്ന് ചിന്തിക്കാം. എങ്ങനെയായിരിക്കും? വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എന്നാൽ ഒരാളോ 2 ആളോ ആണോ? 2 മില്യൺ ആൾക്കാരുടെ കാര്യമായി പറയുന്നത്. വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അപ്പം അവർക്ക് അവസാനം അവര് വെള്ളം കണ്ട് ഓടിയെത്തി. 23-ാം വാക്യം. മാറാ എന്ന സ്ഥലത്തെത്തി. മാറായിലെത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. വളരെ ആഗ്രഹിച്ച് നാക്കെല്ലാം വറ്റി അവര് വെള്ളം കണ്ടിട്ട് ഓടി വന്നപ്പോൾ ആ വെള്ളം കയ്പായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനത്തെ അവസ്ഥകൾ വരാറില്ലേ? നമ്മളെ ദൈവവചനം അനുസരിച്ചും ഒക്കെ ദൈവമക്കളുടെ ഗൈഡൻസ് ഒക്കെ എടുത്തും നമ്മൾ ചിലപ്പം നമ്മൾ ദൈവം പ്രാർത്ഥിച്ചും ആയിരിക്കും നമ്മുടെ ജീവിതം നയിക്കുന്നത്. പക്ഷെ ആ സമയത്തും ചിലപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കയ്പായിട്ടുള്ള സാഹചര്യങ്ങൾ വരാറില്ലേ? തീർച്ചയായിട്ടും വരാറുണ്ട് ഇല്ലേ? നമ്മളപ്പോ ആ സമയത്ത് ഇവിടെ നമ്മൾ കാണുന്നത് 2 റെസ്പോൺസ്. അതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, മോശ എങ്ങനെ പെരുമാറി, ഇസ്രായേൽ മക്കൾ എങ്ങനെ പെരുമാറി, നമുക്കത് നോക്കാം. ഇസ്രായേൽ മക്കൾ എന്താ ചെയ്തത്? 24. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. മോശ അവൻ യഹോവയോട് അപേക്ഷിച്ചു. ഈ 2 വ്യത്യാസവും ഞാൻ നോക്കുമായിരുന്നു. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളും പിറുപിറുക്കുകയാണോ ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു, ഞാൻ ഓർക്ക് സ്ലൈറ്റസ്റ്റ് ഇറിറ്റേഷൻ വന്നാൽ നമ്മൾ ഉടനെ പിറുപിറുക്കും. ആരെങ്കിലും നമുക്ക് എതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു പ്രയാസം വന്നാൽ ഇതാണോ ദൈവം നടത്തുന്നു എന്ന് പറയുന്നത്? ഇങ്ങനെയാണോ? ഇതാണോ ദൈവത്തിന്റെ വഴി? ഇതെന്താ ഇങ്ങനെ നമ്മൾ അതേ കാര്യം തന്നെ ഞാൻ ഓർക്കുക. ഈ വചനം എഴുതി വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ലായിരുന്നു. കർത്താവ് ദൈവത്തിന് നന്ദി പറയുക. ഈ ഓരോ പഴയ നിയമ അധ്യായങ്ങളും വാക്യങ്ങളും ദൈവം എന്തിനാ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അപ്പം മോശ ചെയ്ത എന്തുവാ? മോശ യഹോവയോട് അപേക്ഷിച്ചു. മോസസ് ക്രൈഡ് ടു ദ ലോർഡ് എന്നാ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. യഹോവയോട് അപേക്ഷിച്ചു. അപ്പൊ എന്താ സംഭവിച്ചേ? യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. മോശയെ ദൈവം ഒരു വൃക്ഷം കാണിച്ചു. ഗോഡ് ഷോഡ് ഹിം എ ട്രീ എന്നാ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ആക്ച്വലി വിശ്വാസികളുടെ ജീവിതത്തില് കൈപ്പേറിയ സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം നമുക്ക് ഓൾറെഡി ഒരു വൃക്ഷം, ഒരു മരമുണ്ട്. അത് ആ കുരിശ. യേശു കർത്താവ് കുരിശിന്മേൽ തൂങ്ങുന്നതാ. ആ ക്രോസിലോട്ട്, യേശു കർത്താവിലോട്ട് വന്നാൽ, അല്ലെങ്കിൽ യേശു കർത്താവിനെ, ഞാനിത് ഈ ഭാഗം സൺഡേ സ്കൂൾ സ്റ്റുഡൻസിന്റെ അടുത്ത് ഇന്നലെ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുമായിരുന്നു, എങ്ങനെയാ ഇവരുടെ മാറ മധുരമായി തീർന്നത്? എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നിയ 2 റെസ്പോൺസ് ആണ് കുഞ്ഞുങ്ങളുടെ നിന്ന് കിട്ടിയത്. അവരെന്നോട് പറഞ്ഞു, ദേ ഇൻക്ലൂഡഡ് ജീസസ്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ദേ ഇൻവോൾവ്ഡ് ജീസസ്. അവർ യേശു കർത്താവിനെ അവരുടെ സാഹചര്യത്തിലോട്ട് കൊണ്ടുവന്നു.
അപ്പൊ എനിക്കത് വളരെ സന്തോഷം തോന്നി, അവർക്കത് മനസ്സിലായല്ലോ എന്ന്. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൈപ്പേറിയ സാഹചര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ദൈവവഴിയിൽ നടക്കുമ്പം തന്നെയാ വരുന്നത്. ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ച് നടക്കുമ്പോഴാ വരുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ചോദിക്കല്ലേ, നമ്മൾ അനുസരിച്ചല്ലോ, എന്താ ഇങ്ങനെ? കർത്താവ്, ഞാൻ ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കർത്താവ് മാറായെ മധുരമാക്കാൻ നോക്കിയിരിക്കുക. കർത്താവ് അകത്ത് വന്നിട്ട് നമ്മുടെ മാറാ ഏറ്റവും മധുരമാക്കി തീർക്കാനായിട്ട് നോക്കിയിരിക്കുക കർത്താവ്. പക്ഷെ നമ്മൾ കർത്താവിനെ ഒന്ന് ഇൻവോൾവ് ചെയ്യണം, ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഉടനെ ദേഷ്യപ്പെടുക ചെയ്യുന്നത്. ഞാൻ എന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയുക. എന്നാൽ കർത്താവ് ഏറ്റവും, ഞാൻ ഓർക്കുമായിരുന്നു, ഇന്നലെ രാത്രി തന്നെ ആക്ച്വലി വളരെ ടയർഡായിട്ട് കിടന്ന് ഉറങ്ങി ഉറക്കം പിടിച്ചൊരു 15 മിനിറ്റ്സ് ആയപ്പോഴും എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വന്നു. എനിക്ക് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഞാൻ എനിക്ക് 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 ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടെ പറയാൻ സാധിക്കും, ഏറ്റവും പ്രയാസമുള്ള സാഹചര്യം വരുമ്പോഴാണ് എൻ്റെ ദൈവം എനിക്ക് ഏറ്റവും വലിയ വിശ്വാസം തരുന്നത്, എനിക്ക് വിശ്വാസം എടുക്കാൻ പറ്റുന്നത്. ഞാൻ ഉടനെ ബോധം പോലും ഇല്ലാത്ത രീതിയിൽ എഴുന്നേറ്റ് ഹോസ്പിറ്റലിലോട്ട് ഡ്രൈവ് ചെയ്യേണ്ടി വന്നു. അപ്പൊ എന്റെ മനസ്സിൽ ദൈവം എന്റെ ഉറക്കം കളഞ്ഞിട്ട് ഞാൻ 22 കിലോമീറ്റർ അങ്ങോട്ടും 22 കിലോമീറ്റർ ഇങ്ങോട്ടും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഡ്രൈവ് ചെയ്യേണ്ടി വന്നാൽ, ദൈവം അങ്ങനെ ഒരു ഘട്ടം തന്നാൽ അത് നന്മയ്ക്കല്ലാതെ ദൈവം തരത്തില്ലല്ലോ. അത് ഓർത്ത് ഞാൻ വളരെ സത്യം പറഞ്ഞ ആഹ്ലാദിച്ച് സന്തോഷിച്ച അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയത്. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിച്ചു. പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടല്ല. അർദ്ധരാത്രിയിൽ പോയൊരു സർജറി ചെയ്യാനൊന്നും ഉള്ള ശക്തിയും കഴിവും ഒന്നും ഇല്ല. പക്ഷെ ആ എക്സൈറ്റ്മെന്റ് ഇൻ ഫെയ്ത്ത് ഉണ്ടായി. ആക്ച്വലി എനിക്ക് എന്താ ഉണ്ടായെന്ന് ചോദിച്ചാല്, ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് വളരെ ദൈവം അവിടെ ചെന്നു സാഹചര്യങ്ങളൊക്കെ ഇനി എന്തൊക്കെ നന്മ അതിന്ന് വരാൻ പോകുന്നു എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും ഓർക്കും, ഒരു പേഷ്യന്റിനോട് കർത്താവിനെ പറ്റി പറയാനായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിന്റെ കാര്യത്തിനായിരിക്കും ചിലപ്പം ദൈവം അത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഇറ്റേണിറ്റി വാല്യൂ ഉണ്ട്. അടുത്തത്, ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് മുഴുവൻ ഓഡിയോ വെച്ചിട്ട് ദൈവവചനം കേട്ടോണ്ട് വരുമായിരുന്നു. ഈ ഭാഗം തന്നെയാ കേട്ടത്. എനിക്ക് ആക്ച്വലി ആ കേട്ട കാര്യങ്ങളാണ് കൂടുതലും ഞാനിന്ന് ഷെയർ ചെയ്യാൻ ആയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ദൈവം എന്നെ ഉറങ്ങിപ്പോയായിരുന്നെങ്കിൽ ഉറങ്ങിപ്പോയനെയും. പക്ഷെ ദൈവം അതെല്ലാം ആഗ്രഹിച്ചത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും കൂടെ, ദൈവത്തിന്റെ വചനം കൂടുതലായിട്ട്. അപ്പൊ എനിക്ക് ആക്ച്വലി വളരെ മധുരമായി തീർന്നു. എനിക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ ആവശ്യത്തിന് ഉറങ്ങാൻ പറ്റി. എനിക്കൊരു ക്ഷീണം ഉണ്ടായില്ല. അപ്പൊ ദൈവം നമ്മളെ കടത്തി വിടുന്ന സാഹചര്യങ്ങള് നമ്മൾ ദൈവത്തെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്തോ നമ്മൾ ചെയ്യേണ്ടി? ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ല, അവർ ചെയ്ത പോലെ കംപ്ലൈന്റ് ചെയ്യുമല്ല, അവർ പിറുപിറുത്തു എന്നായിരിക്കുന്നത്. അതിന് പകരം വളരെ സന്തോഷത്തോടെ എക്സൈറ്റ്മെന്റോട് കൂടെ മുമ്പോട്ട് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് താഴോട്ട് വായിക്കാം 1-2 വാക്യങ്ങള്. 25 അവസാനം, അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. ദൈവം നമ്മളെ പിന്നെയും ടെസ്റ്റ് ചെയ്യുക. ഗോഡ് ടെസ്റ്റഡ് ദം. നമ്മുടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കൊരു ടെസ്റ്റാ പ്രിയപ്പെട്ടവരെ. എന്റെ ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് ഒരു ടെസ്റ്റാ. എനിക്ക് അവരെ പരീക്ഷിച്ചു. ആ ടെസ്റ്റ് ഞാൻ എങ്ങനെ പാസ്സാവുന്നു നോക്കാം. താഴോട്ട് വായിക്കാം. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവനെ പരീക്ഷിച്ചു. ആക്ച്വലി ദൈവം എങ്ങനെ സാഹചര്യങ്ങളെ മധുരമാക്കി തരാൻ സാധിക്കും എന്ന് ദൈവം കാണിച്ചു തരാനായിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. അവിടെ അവർക്കൊരു ചട്ടവും കൊടുത്തു, ഒരു പ്രമാണവും കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ചട്ടവും പ്രമാണം എന്തുവായിരുന്നു നോക്കാം. 26, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളതൊക്കെയും ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതായത് 2 കാര്യങ്ങളാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ ഇരിക്കുന്നത്. ഞാൻ ഇത് വായിക്കുമായിരുന്നു. കർത്താവ് ഇംഗ്ലീഷിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയെന്ന് പറഞ്ഞിരിക്കുന്നത്. if you earnest heed to the voice of the Lord your God and do what is right in his sight, give ear to his commandments, keep all his statutes, I will put none of the diseases on you which I put on the Egyptians, for I am the Lord your healer. ആക്ച്വലി ഇവിടെ ദൈവം കുറെ കമാൻഡ്മെന്റ്സ് ഇസ്രായേൽ മേൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിക്കുമായിരുന്നു. ശുചിത്വത്തിന്റെ കൽപ്പന. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ലേവ്യ പുസ്തകം 15-ാം അധ്യായത്തില് ഒരു ഡിസ്ചാർജ് ഉള്ള ഒരാള്
അല്ലെങ്കിൽ അശുദ്ധമായിട്ടൊരു പ്രശ്നമുള്ള ഒരാള് എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. അവരത് കഴിയുന്നത് വരെ അവർ തങ്ങളെ തന്നെ മാറ്റി നിർത്തണം. അവർ കഴിഞ്ഞാല് അവർ വെള്ളത്തിൽ മുങ്ങി കുളിക്കണം. അത് അത് കഴിഞ്ഞ് 7 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ അവര് മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്താവൂ. ആക്ച്വലി അത് ഭയങ്കര കറക്റ്റാ. ഞാൻ ഓർക്കുമായിരുന്നു കോവിഡ് വന്നപ്പോഴും H1N1 ഉള്ളപ്പോഴും ഇപ്പോഴും ഒക്കെ. അതായത് ഞാൻ എപ്പോഴും ഓർക്കും. നമുക്കറിയാം ഒരു ക്രൗഡഡ് ആയിട്ട് ഒരു പ്ലേസിൽ പോയാൽ നമ്മൾ മാസ്ക് വെച്ചാൽ അത് ആക്ച്വലി ആ ശുചിത്വത്തിന്റെ ദൈവത്തിന്റെ റൂളിന്റെ ഭാഗം തന്നെയാ. നമ്മുടെ സെഞ്ചുറിയിലോട്ട് കൊണ്ടുവന്നാൽ നമ്മളത് ചെയ്താൽ നമുക്ക് നമുക്കും മറ്റുള്ളവർക്കും അത് എളുപ്പമായിരിക്കും. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. ഞാന് പലപ്പോഴും നമുക്ക് എന്താ റിപ്പീറ്റഡ് ആയിട്ട് പനിയും പ്രയാസങ്ങളും വരുന്നേ. നമ്മള് മാസ്ക് വെക്കാത്തോണ്ടാ. ശരിക്കും അത് എന്ത് കറക്റ്റാ. ദൈവം പറഞ്ഞിരിക്കുന്നത് പ്രശ്നമുള്ള ഒരു അസുഖമുള്ള ഒരാള് എന്തെങ്കിലും ഒരു അസുഖമുള്ള ഒരാളുണ്ടെങ്കിൽ അവര് മാറി നിൽക്കണം അവരുടെ അസുഖം മാറുന്നത് വരെ. അത് കഴിഞ്ഞ് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം നമുക്ക് ഭയങ്കര മടിയാ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമ്മൾ കെയർലെസ് ആയിട്ട് ഇരിക്കുന്നോണ്ടാണ്. ഞാൻ എപ്പോഴും ഓർക്കും ചെറിയ കുഞ്ഞുങ്ങള് സ്കൂളിൽ പോയിട്ട് വരുമ്പോ സ്കൂളിലുള്ള മറ്റു കുട്ടികൾക്ക് അസുഖമുള്ളത് വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിലുള്ള എല്ലാവർക്കും വരും. നമ്മൾ എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാന്ന് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമ്മുടെ ലോജിക്ക് വെച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം. അതൊക്കെ കെയർലെസ് ആയിട്ട് ബാക്കി ദൈവം ഒത്തിരി നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ നിയമങ്ങൾ നമ്മൾ പാലിച്ചാൽ ഈ അസുഖങ്ങളൊന്നും നമുക്ക് വരത്തില്ല. അത് കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞിരിക്കുക, ഫോർ ഐ ദ ലോർഡ് ആം യുവർ ഹീലർ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയണേ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കോവിഡ് സമയത്ത് എനിക്ക് ആക്ച്വലി കോവിഡ് വന്നു. ഞാനത് അറിയുന്നില്ല. എനിക്ക് ഒരു ചെറിയ പനി തുടങ്ങി. നല്ല പനി തുടങ്ങി ഉടനെ തന്നെ ഞാൻ വീട്ടിനകത്ത് മാസ്ക് വെച്ചു. മാസ്ക് വെച്ചിട്ട് 2 ദിവസം വളരെ പനി കോവിഡാന്നൊന്നും ചിന്തിക്കുന്നില്ല. പനി മാത്രമേ ഉള്ളൂ. വേറെ അസുഖങ്ങൾ ചുമയോ അങ്ങനെ ഒന്നും ഇല്ല. എന്നാലും ഞാൻ ചിന്തിച്ചു എന്റെ വീട്ടിലുള്ള ആർക്കും വരരുത്. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും N95 മാസ്ക് ടൈറ്റ് ആയിട്ട് ഞാൻ വെച്ചു. അതിന്റെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്റെ മൂത്ത മകളുടെ ഡെലിവറി ഉണ്ടായിരുന്നത്. ആക്ച്വലി ആ സമയത്ത് പിന്നെ അവള് ഡെലിവറി ഞാൻ തന്നെ എടുത്തു. അത് കഴിഞ്ഞിട്ട് തീരെ വയ്യാതായി. അപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് കോവിഡ് ആണെന്ന് മനസ്സിലായത്. അടുത്ത 9 ദിവസം ക്വാറന്റൈനിലും ഹോസ്പിറ്റലില് അടഞ്ഞിരിക്കുവായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു ഞാൻ ഇച്ചിരിയെങ്കിലും കെയർലെസ് ആയിട്ട് ഒരു നിമിഷം ഇത് മാറ്റി ആ വീട്ടിനകത്തൂടെ നടന്നായിരുന്നെങ്കിൽ വീട്ടിനകത്തുള്ള എല്ലാം, പ്രത്യേകിച്ച് 12th നീറ്റ് എക്സാം എഴുതുന്ന മോളുണ്ടായിരുന്നു, ഗർഭിണിയായിട്ടുള്ള മോളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ദൈവകൃപയിൽ അവർക്ക് 3 പേർക്കും ആ കോവിഡ് വന്നില്ല. ദൈവം അങ്ങനെ ഒരു ബുദ്ധി എനിക്ക് തന്നു. ഞാൻ അവർക്ക് ദൈവത്തിന്റെ പ്രമാണങ്ങൾ പ്രമാണിച്ചാല് നമുക്ക് ഈ അസുഖങ്ങൾ ഒന്നും വരത്തില്ല എന്നായിരിക്കുന്നത്. പല പല കാര്യങ്ങൾ ഞാൻ അതിനെപ്പറ്റി മെഡിക്കൽ കാര്യങ്ങളെ പറ്റി കൂടുതൽ പറയുന്ന ഒരു സന്ദർഭം അല്ലല്ലോ ഇത്. അതുകൊണ്ട് ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ദൈവം പറഞ്ഞിട്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുക. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് പറ്റി? അവർ ഏലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി. അപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് ഏലീം കാണിക്കുന്നത്. ഏലീമിൽ എന്തോ ഉള്ളത്? ഈത്തപ്പനയും നീരുറവുകളും. ഞാൻ സൺഡേ സ്കൂളിൽ എടുത്തപ്പം ഒരു മോൻ പറയുമായിരുന്നു 12 നീരുറവയല്ലേ, ഓരോ ട്രൈബിന് ഓരോ നീരുറവ. ഞാനപ്പോ ഓർത്തോ കുഞ്ഞിന് എത്ര അത് മനസ്സിലാക്കി. ശരിയാ, നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോ നീഡ് അനുസരിച്ചും കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ സഭയിലുള്ള ഓരോരുത്തരുടെ നീഡ് അനുസരിച്ച് നീരുറവകൾ തരാനായിട്ട് ദൈവം നോക്കിയിരിക്കുക. പക്ഷെ അതിനു മുമ്പ് ഒരു മാറായുണ്ട്. ഞാൻ ഈ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് പറയട്ടെ. മാറായും ഉണ്ടായിരുന്നു, എലീമും ഉണ്ടായിരുന്നു. ഏതാ നല്ലത്? കുറച്ചുകൂടെ എലീമ അല്ലേ? പക്ഷെ ആക്ച്വലി മാറായ. കാരണം എന്താണെന്നറിയാമോ? മാറായിൽ 3 കാര്യങ്ങൾ സംഭവിച്ചു. അവർക്ക് എലീമിൽ അത് സംഭവിച്ചില്ല. എലീമിൽ അവർ പോയി അവിടെ ക്യാമ്പ് അടിച്ച് ഒരു പിക്നിക് പോലെ ക്യാമ്പ് അടിച്ച് വെള്ളമൊക്കെ കുടിച്ച് നല്ലതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതേ ഉള്ളൂ. പക്ഷെ മാറായിൽ എന്തോ സംഭവിച്ചേ? മാറായിൽ അവർക്ക് മനസ്സിലായി കൈപ്പേറിയ വെള്ളം മധുരമാക്കാനും ദൈവത്തിനും കഴിയും. ദൈവത്തിനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്താൽ അവർക്ക് മനസ്സിലായി അവർ കുറുകുറുത്തിട്ട് കാര്യമില്ല. അവരുടെ ലീഡറിനെ പോലെ, മോശയെ പോലെ ദൈവത്തോട് അപേക്ഷിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഒരു നമ്മുടെ ജീവിതത്തിൽ വന്നാലും എലിം വന്നാലും ഉള്ള വ്യത്യാസം പറയാം. മാറാ വരുമ്പം ദൈവത്തിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആ സന്ദർഭം ദൈവം മധുരമാക്കി തരാൻ പറ്റും. അതൊരു പ്രശ്നം ആയിക്കോട്ടെ, ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ദൈവത്തിനത് മധുരമാക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം,
അവർ പഠിച്ചത്, അവർക്കൊരു പുതിയ പ്രോമിസ് കിട്ടി. എലീമിൽ ആ പ്രോമിസ് കിട്ടിയില്ല, മാറായിൽ വെച്ചാണ് അവർക്ക് പ്രോമിസ് കിട്ടിയത്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ വകയുള്ള ഒരു അസുഖവും വരത്തില്ല. അത് വലിയൊരു പ്രോമിസ് അല്ലേ. മൂന്നാമത്തെ ഭാഗ്യം അവർക്ക് കിട്ടിയത്, അവർക്ക് വലിയൊരു റെവലേഷൻ കിട്ടി. റെവലേഷൻ എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. അതിന്റെ അർത്ഥം എന്തുവാ? ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ആ റൂൾസ് എല്ലാം തെറ്റിച്ച് നമുക്കൊരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഐ ആം ദ ലോർഡ് യുവർ ഹീലർ. യഹോവ റാഫ എന്ന് പറഞ്ഞൊരു റെവലേഷൻ, ഒരു പുതിയ വെളിപ്പാട് അവർക്ക് ദൈവത്തെ പറ്റി കിട്ടി. ഇതെല്ലാം മാറാ അവരുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് മാറാ അനുവദിക്കുന്നത്. അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. കൈപ്പേറിയ അനുഭവങ്ങൾ, ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ് അനുവദിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ പിറുപിറുക്കാതെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? മോശ ചെയ്തതുപോലെ കർത്താവിനോട് അപേക്ഷിച്ചു. ഈ ക്രൈഡ് അണ്ടു ദ ലോർഡ് എന്നായിരിക്കുന്നത്. നമ്മൾ കരയുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം നമ്മളെ അവിടെ നമ്മൾ ജീസസിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, ജീസസിനെ ഇൻവോൾവ് ചെയ്യും. ആ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ലേ? അവർക്ക് മനസ്സിലായി, ജീസസിനെ ഇൻക്ലൂഡ് ചെയ്താൽ ആന്റി എന്റെ പ്രശ്നങ്ങൾ മാറും. ഇൻഫാക്ട് ഒരാൾ പറഞ്ഞു, എന്റെ അമ്മയോടും കൂടി ഇത് പറയണേ എന്ന്. ഞാൻ അങ്ങ് അതിശയിച്ചു പോയി. അപ്പം പറഞ്ഞു, ജീസസിനെ ഇൻക്ലൂഡ് ചെയ്താൽ നമ്മൾ വിഷമിക്കണ്ട, നമ്മൾ പ്രയാസപ്പെടും. ജീസസിനെ ഇൻവോൾവ് ചെയ്താൽ ദൈവം ആ ഡിഫിക്കൽട്ട് കയ്പ് സിറ്റുവേഷനെ മധുരമാക്കി തീർക്കാൻ പറ്റും. ചെറിയ കുഞ്ഞുങ്ങളുടെ വിശ്വാസം ദൈവം നമുക്ക് തരട്ടെ. 12 സ്പ്രിങ്സ് ഓഫ് വാട്ടർ ഉണ്ട്. അപ്പൊ ആന്റി അത് 12 ട്രൈബ്സിനായിരിക്കും അല്ലേ? എത്ര ദൈവം അങ്ങനെ തരുമെന്നുള്ള ഒരു വിശ്വാസം ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അപ്പം എന്ത് പറ്റി? മധുരമായി. രണ്ടാമത് വലിയൊരു പ്രോമിസ്, നൺ ഓഫ് ദീസ് ഡിസീസസ്, അസുഖങ്ങൾ ഒന്നും വരത്തില്ല. നമുക്ക് പലപ്പോഴും അസുഖങ്ങളും പ്രയാസങ്ങളും വരുന്നത് ദൈവത്തിന്റെ പ്രമാണങ്ങളെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളിനെ പറ്റി കേൾക്കുമായിരുന്നു. അവൻ ആക്ച്വലി ഒത്തിരി പൈസ ലോൺ എടുത്തു. അപ്പൊ അത്രയും പൈസ ലോൺ എടുത്തത് കൊണ്ട് ഇപ്പൊ എന്താ വളരെ ബുദ്ധിമുട്ടിൽ അവർ കഴിയുന്നത്. കുടുംബം മുഴുവൻ പ്രയാസത്തിലാ. ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗോപുരം പണിയുന്നതിന് മുമ്പേ നിങ്ങൾ ഇരുന്ന് കണക്കെടുക്കണം. അപ്പൊ അത് ദൈവത്തിന്റെ കമാൻഡാ. നമ്മൾ അപ്പൊ ഒരാൾ അത് എത്ര പൈസ ഉണ്ടോ നിനക്ക് തീർക്കാനെന്ന്, നമ്മൾ ആ കമാൻഡ് വിട്ടിട്ട് ഒത്തിരി പൈസ ലോൺ എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം എന്താ സംഭവിക്കുന്നത്? വളരെ മിസറിയിലായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ ഇതെല്ലാം പറഞ്ഞിരിക്കും, എന്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിച്ചാൽ നിങ്ങൾക്ക് ഈ അസുഖങ്ങൾ ഒന്നും വരത്തില്ല. പലരും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഈ സ്ട്രെസ്സും പ്രശ്നങ്ങളും വന്നിട്ടാണ് നമുക്കറിയാം ഷുഗർ, പ്രഷർ എല്ലാം വരുന്നത്. നമുക്ക് എന്ത് റിലാക്സ്ഡ് ആയിട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വചനം മുഴുവൻ വായിച്ച് അതനുസരിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒരു അസുഖം വന്നു, ഒരു പ്രയാസം വന്നാൽ, അനുസരണക്കേട് കൊണ്ട് വന്നാൽ, കർത്താവ് പറയുക, നിനക്ക് അസുഖമുണ്ടോ? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. തീർച്ചയായിട്ടും ആ യഹോവ റാഫ അവർക്ക് റെവലേഷൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് ആ കയ്പ് വന്നതുകൊണ്ട്. അവിടെ നമ്മുടെ കയ്പുകളെ ഒക്കെ നമുക്ക് വിഷമത്തോടെയല്ല, പിറുപിറുപ്പോടെയല്ല, ദൈവത്തിന്റെ ദൈവത്തിന്റെ വചന അനുസരണമായിട്ട് നമുക്കത് നന്ദിയും സന്തോഷത്തോടെ സ്വീകരിക്കാം. ദൈവത്തിനെ ഇൻക്ലൂഡ് ചെയ്യാം. ദൈവം അപ്പൊ അത് മധുരമാക്കി തരും. ദൈവം മധുരമാക്കുന്ന ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുക. ദൈവം പ്രോമിസസ് തരും. അത് കഴിഞ്ഞ് മൂന്നാമത് ഒരു പ്രയാസം, ഒരു അസുഖം വന്നാൽ ദൈവം പറയുക, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാ പറഞ്ഞിരിക്കുന്നത്, ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീലത്ത് thee. ദൈവത്തിന് നന്ദി പറയാം. അത് കഴിഞ്ഞിട്ട് ഉള്ള ദിവസങ്ങളിൽ ദൈവം നമുക്കൊരു ബ്രേക്ക് തരും, ഒരു എലീം തരും. അതായത് പ്രയാസങ്ങളൊന്നുമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ അവസരങ്ങളും തരും. എത്ര വലിയ ദൈവമാണ്. നമുക്ക് ഈ ദൈവത്തിന്റെ വചനം കൂടുതൽ കേട്ട്, നമുക്ക് ശ്രദ്ധയോടെ വചനം വായിച്ച് അതനുസരിച്ച് വളരെ മനോഹരമായിട്ടുള്ള ക്രിസ്ത്യ ജീവിതം നമുക്ക് നയിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആരെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവ്, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, രാവിലെ സമയം കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനായിട്ട് സ്തോത്രം. നല്ല വചനങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. എത്ര അതിശയമായിട്ട് കർത്താവെ മാറെ മധുരമാക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോഴും കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തി സന്തോഷം കണ്ടെത്തുവാൻ നീ അവിടെ തന്നിരിക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ,
ദൈവമേ നന്ദിയോടെ സ്തോത്രം. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം. പ്രാർത്ഥനയിൽ ആശ്രയിച്ച് കർത്താവെ നിന്നോട് അപേക്ഷിച്ച് കർത്താവെ വിശ്വാസത്തിൽ കർത്താവെ മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുന്ന പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും കർത്താവെ ആ മാറെ മധുരമാക്കാൻ കഴിവുള്ള കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ പ്രയാസങ്ങൾ സന്തോഷമാക്കി തരുവാനായിട്ട് കർത്താവിന് ഒരു നിമിഷം മതിയെന്ന് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കണം. എൻ്റെ മകളെ നീ ബലപ്പെടുത്തി യാത്രയിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു കർത്താവെ, പോയി മടങ്ങി വരുവാൻ അവിടുന്ന് സഹായിച്ചു. സ്തോത്രം കർത്താവെ. കഴിഞ്ഞ CMF ഒക്കെ ഏറ്റവും മഹത്വകരമായി നടപ്പാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം കർത്താവെ. എല്ലാവരെയും വന്ന് കൂടിയിരിക്കുന്ന കർത്താവെ, തലവണങ്ങിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കർത്താവ് പ്രവർത്തിക്കണം. ഈ ഒരു പുതിയ ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവെ. ദൈവമേ, പിന്നെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് സംജാനയും കുഞ്ഞുങ്ങളെ എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ കാത്തുകൊള്ളെ. പ്രത്യേകമായിട്ട് സൂസനയും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ മകളുടെ പഠനത്തിനും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം കർത്താവ് നന്മ ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ ബലപ്പെടുത്തുന്ന കരങ്ങൾ അതോടുകൂടി ബാല്യത്തിൽ കർത്താവെ അവസാനത്തോളം കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമെന്ന് സകല യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. Praise the Lord.